ഞാൻ കഴിഞ്ഞ പ്രസംഗത്തില് താമരശ്ശേരിയിൽ നിന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഉപമിച്ചപ്പോ ഒന്നിനും കഴിയാത്ത അവശനായ തളർന്നു കിടക്കുന്ന വാപ്പയോട് അള്ളാന്റെ റസൂലിനെ ഉപമിച്ചു പറഞ്ഞ ആളുകൾ ഇപ്പോൾ കുഴഞ്ഞു കിടക്കുന്ന വാപ്പയുമായി നടക്കുന്നത് കാണാൻ ആളുകൾ കാണുമ്പോ അതങ്ങനെ തന്നെ അത് വ്യക്തതയിൽ കാണുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ പേരിൽ എനിക്ക് വന്ന കോളുകൾക്ക് ഒരു ഹദ്ദില്ലട്ടോ, ഒരു പരിധിയുമില്ല. എന്താ വിളിച്ചു പറയുന്നത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ അങ്ങനെ ഒരു വേദനയും തോന്നിയില്ല. പറയാനോട് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കുഴഞ്ഞ വാപ്പ എന്ന് പറയാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? ആഖിബത്ത് നശിച്ചു പോകുന്നു. ആഖിബത്ത് ചാക്കിൽ കെട്ടി ഇങ്ങനെ വെച്ചതല്ലേ ഒരാൾ. വേറൊരുത്തം പറയാ. അപ്പൊ ഞാൻ ഒരു മൊയ്ലേരോട് ചോദിച്ചു, അള്ളാന്റെ റസൂലിനെ സംബന്ധിച്ച് കുഴഞ്ഞ വാപ്പാന്ന് പേരോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന്റെ ഫലമാണെന്നല്ലേ ഞാൻ പറയുന്നത്? അത് കുറെ മുമ്പ് കഴിഞ്ഞു പോയതല്ലേ, ഇത് ഞങ്ങളെ മുമ്പിൽ കാണുന്ന നേതാവല്ലേ എന്നാ ചോദിച്ചേ. എന്നാൽ നിങ്ങളുടെ 1000 നേതാവ് 1000 കോടി നേതാവ് വന്നാലും ഞങ്ങളുടെ മശായിഖിന്റെ രോമത്തിനോട് പോലും തുല്യമാവുകയില്ല എങ്കിൽ ആ മശായിഖിന്റെയും ലോകത്തുള്ള സർവ മശായിഖിന്റെയും സർവ അമ്പിയാക്കളുടെയും സർവ മുർസലീങ്ങളുടെയും നേതാവ് അല്ലാഹുവരെ അത്തുലുബുരിലാക യാ മുഹമ്മദു, ഓ നബിയേ, ഞാൻ അങ്ങയുടെ തൃപ്തി ആഗ്രഹിക്കുന്നു എന്ന് റബ്ബ് റസൂലിനോട് പറഞ്ഞുവെങ്കിൽ ആയിരക്കണക്കിന് കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ, മുഹിബ്ബീങ്ങൾ, ആശിഖീങ്ങൾ അവരുടെ മനസ്സിൽ സൂക്ഷിച്ച് സ്നേഹിച്ച് അവിടത്തോടുള്ള ഹുബ്ബിലായി ജീവിക്കുമ്പോ ആ ഹബീബിനെ ഒന്നിനും പറ്റാത്ത കുഴഞ്ഞ വാപ്പയോട് ഉപമിച്ചപ്പോൾ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങൾ വെന്തിട്ടുണ്ട്, ഉരുകിയിട്ടുണ്ട്. നിനക്കത് ബോധം വന്നില്ല. സ്വന്തം നേതാവിനെ കുറിച്ച് ഒരു ചെറിയ പരാമർശം നടത്തിയപ്പോ ഉറങ്ങിയില്ല എന്നാ ഒരുത്തൻ പറഞ്ഞത്. നീ ഒന്നും ഉറങ്ങണ്ട, ഞങ്ങളുടെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ ശ്രദ്ധിക്കണം. അദ്ദേഹം ഇടപെടലിനെ കൃത്യമാക്കി കൊടുത്തത് ഒന്നിനും കഴിയാത്ത വാപ്പ. ആ വാപ്പയോട് വീടുണ്ടാക്കി കൊടുക്കാൻ പറയും പോലെയാണ് ഹബീബായ തങ്ങളോട് പറയുന്നതെന്നാ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.